എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. എൻ്റെ പ്രാർത്ഥനകൾ, എൻ്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ നൊമ്പരങ്ങൾ കണ്ട ദൈവത്തെ ഞാൻ പുകഴ്ത്തും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ, അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. യേശു സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശു പരൻ. യേശു സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശു പരൻ. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണീനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എൻ്റെ കണ്ണീനെ കണ്ണുനീരിൽ നിന്നും, എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. യേശു സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശു പരൻ. യേശു സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശു പരൻ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുദിന വചനം. പ്രേ വിതൗട്ട് സീസിങ്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, അവിടെ ഞങ്ങളെ പഠിപ്പിക്കണം. അവിടുത്തെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്നാണ്. അവിടുന്ന് പ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. പ്രേ വിതൗട്ട് സീസിങ്. ഗിവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റാൻസസ്, ഫോർ ദിസ് ഇസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് ഫോർ യു. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. ആമേൻ. ഇന്ന് നാം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുകയാണ്. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയില്ലാതെ ആത്മീയ ശക്തി നേടുവാൻ ഒരിക്കലും സാധ്യമല്ല. നമ്മുടെ കർത്താവ് പലപ്പോഴും പ്രാർത്ഥനയിൽ ശക്തി നേടിയതായി നാം വായിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ആ തിരുവചനമാണ് കുറിവാക്യമായിട്ട് നാം ഇപ്പോൾ വായിച്ചത്. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. പലതരത്തിലുള്ള പ്രാർത്ഥനകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്നാമതായിട്ട് രഹസ്യ പ്രാർത്ഥന. രഹസ്യ പ്രാർത്ഥന. യേശുവുമായി രഹസ്യമായി നാം സംസർഗത്തിൽ ഏർപ്പെടാറുണ്ടോ? യേശു പല സമയങ്ങളിലും വിജനമായ സ്ഥലങ്ങളിലേക്ക് പോകുകയും പിതാവുമായി രഹസ്യ പ്രാർത്ഥനയിൽ ഏർപ്പെടുന്നതായി നാം വചനത്തിൽ പല പ്രാവശ്യം വായിക്കുന്നുണ്ട്. അതിനാൽ യേശുവിന് ലോകത്തെ നിഷ്പ്രയാസം ജയിക്കുവാൻ സാധിച്ചു. നമ്മുടെ കർത്താവ് യേശു ഇങ്ങനെയാണ് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്നു വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പഴയ കാലത്ത് വീട്ടിൽ
നിക്ഷേപം കരുതി വയ്ക്കുന്നത് അറയിലാണ്. ആത്മീയമായി ശക്തി പ്രാപിപ്പാനുള്ള നിക്ഷേപമാണ് പ്രാർത്ഥന. കുടുംബത്തിലെ അറകൾ രഹസ്യ പ്രാർത്ഥനകളുടെ നിക്ഷേപമായാൽ അവർ ആത്മീയമായി ശക്തി പ്രാപിച്ച് യേശുവിൻ്റെ പോരാളികളായി തീരും. എന്നോട് ചേർന്നൊരാമേൻ പറയാമോ? ആമേൻ. രണ്ടാമതായിട്ടുള്ള പ്രാർത്ഥന പരസ്യ പ്രാർത്ഥന. രഹസ്യ പ്രാർത്ഥന പിതാവുമായി തനിയെ സംസർഗത്തിൽ ചെയ്യുന്നതാണെങ്കിൽ ഈ പരസ്യ പ്രാർത്ഥന സഭകളിലും സമൂഹങ്ങളിലും ദൈവസന്നിധിയെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ നടത്തിയ പരസ്യ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് ദൈവം അഗ്നി ഇറക്കി. ദൈവമക്കൾ കൂട്ടമായി ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവശക്തി ഇറങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൂട്ടായ്മ ആചരിക്കണമെന്ന് കർത്താവിൻ്റെ അടിസ്ഥാന ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. കൂട്ടായ്മയോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ശക്തിയാണ്. മൂന്നാമതായിട്ട് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥന ഒരുവൻ മറ്റുള്ളവർക്ക് വേണ്ടി കഴിക്കുന്ന യാചനയാണ് മധ്യസ്ഥ പ്രാർത്ഥന. 1 തിമോത്തി 2-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷാവാദവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിലും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവും ആകുന്നു. സഹോദരങ്ങളെ, നാം നമ്മുടെ ഭരണാധികാരികൾക്കും ദേശത്തിനും ലോകത്തിനും ദരിദ്രർക്കും അനാഥർക്കും വേണ്ടി ജാതിയും മതവും നോക്കാതെ പ്രാർത്ഥിക്കണം. അന്ധമായ വിശ്വാസങ്ങളിൽ പതിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇസേക്കിയേൽ പ്രവാചന പുസ്തകം 22:30 കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം പ്രാർത്ഥിക്കുന്ന ഒരു മകനും മകളുമായി മാറേണ്ട ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. നാം മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. ഇനി നാലാമതായിട്ടുള്ള പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന. ഈ ക്രിസ്തീയ ജീവിതം സാത്താനുമായുള്ള ഒരു അനുദിന പോരാട്ടമാണ്. ഹല്ലേലൂയ. ഈ അനുദിനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പോരാട്ടമെന്ന് പറയുന്നത് കാരണം ഈ ക്രിസ്തീയ ജീവിതം സാത്താനുമായുള്ള ഒരു അനുദിന പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ വിജയം നേടുവാൻ പ്രാർത്ഥനയാലും ഉപവാസത്താലും മാത്രമേ സാധ്യമാകൂ എന്നാണ് കർത്താവ് പറഞ്ഞത്. തെളിവ് മത്തായി സുവിശേഷം 17:21. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നിയോഗം നേടിയെടുക്കാനല്ല. ഒരാൾ അപ്പുറത്ത് നിൽപ്പുണ്ട്, അവനെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാൻ വേണ്ടിയായിട്ട് സ്വർഗം തരുന്ന ശക്തിയാണ് ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ നേടുന്നത്. അപ്പോസ്തല പ്രവൃത്തി, യേശു 40 ദിവസം ഉപവസിച്ച് സാത്താനെ തോൽപ്പിച്ചു. യേശുവിൻ്റെ ശിഷ്യന്മാരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. തെളിവ് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം 23-ാം തിരുവചനം. അവർ സഭതോറും അവർക്ക് മൂപ്പന്മാര് നിയമിക്കുകയും ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിങ്കൽ അവരെ പരമേൽപ്പിക്കുകയും ചെയ്തു. ഈ അപ്പോസ്തലിക പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് അപ്പോസ്തലന്മാർ എന്ത് കാണിച്ചു തന്നു, എന്ത് പ്രവർത്തിപ്പിച്ചു, അവർ എന്ത് കാണിച്ചു തന്നു, അതാണ് ചെയ്യേണ്ടത്. സ്തോത്രം. പലപ്പോഴും അപ്പോസ്തലിക പാരമ്പര്യം പറയുമെങ്കിലും പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാരോട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത്. ജീവിതത്തിൽ പ്രാർത്ഥന ഉണ്ടാകണം. ദൈവവുമായ സംസർഗത്തിൽ വസിക്കണം. നമ്മുടെ ഭാരങ്ങൾ ഇറക്കി വയ്ക്കുവാൻ ഒരിടമുള്ളത് ആശ്വാസമല്ലേ? നാം ചെയ്ത തെറ്റുകൾ അനുതാപത്തോടെ ഏറ്റുപറയുവാൻ ഒരിടം വേണം. തന്ന നന്മകളെ സ്തുതിച്ചു പാടണം. ഇടവിടാതെ മുട്ടിപ്പായി മടുപ്പില്ലാതെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്ക് സമയമോ പരിധിയോ ഇല്ല, അതിന് പ്രത്യേക രീതിയുമില്ല. ഒരു പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇഷ്ടമായ രീതിയിൽ പ്രാർത്ഥിക്കാം. ഉത്തരം കിട്ടുകയില്ല എന്ന് കരുതി പ്രാർത്ഥന മുടക്കരുത്. ദൈവഗതത്തിന് വണങ്ങി പ്രാർത്ഥിക്കണം. എത്ര നാൾ പ്രാർത്ഥിക്കണം? ദൈവം കൃപ ചൊരിയും വരെ. 123-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവയെ നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണ് ഉയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാന്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്കും എന്ന പോലെ
ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. പ്രേ വിതൗട്ട് സീസിങ്. മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗം ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി നന്ദി പറയുന്നു. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവേ, അവിടുത്തെ വഴിയേ തന്നെ നടക്കുവാനും പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാനും അവിടുന്ന് പ്രാർത്ഥിച്ചു കാണിച്ചതുപോലെ പ്രാർത്ഥന തന്നെയായ അവിടുത്തെ വഴിയിലൂടെ പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ ദിനത്തിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ അവ ഇന്നതെന്നറിഞ്ഞ് തക്ക സമയത്ത് ഞങ്ങളെ മാനിക്കുന്നപ്പാ, ഇത്രത്തോളം ഞങ്ങൾ വഴി നടത്തുന്നതിനായി നന്ദി. ഞങ്ങൾ അന്യോന്യം ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ അനേകം അനുഗ്രഹം പ്രാപിക്കാൻ കൃപ ചെയ്യണം. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിലിരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള ആ ആന്തരിക ദാഹം ഇരട്ടിയായി അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യമേ ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ. ഇന്ത്യക്ക് എതിരെ ഉയരുന്ന എല്ലാ ദുഷ്ടശക്തികളും എൻ്റെ കർത്താവിൻ്റെ അധികാരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റഷ്യയും ഉക്രൈനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. UK വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ രണ്ടാമത്തെ വരവിനായി ലോകം ജനം ഒരുങ്ങുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ കൃപ ചെയ്യണം. സ്തോത്രം. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യൗവനത്തിൽ തന്നെ സൃഷ്ടാവിനോട് ചേർന്ന് നടക്കുവാൻ. ഹല്ലേലൂയ. ശത്രുഘ്നമേശക അബ്നഗോവ് ഈ വിശുദ്ധ ബാലന്മാരെ പോലെ ഈ കാലഘട്ടത്തിൽ അവരുടെ മുന്നിൽ വെച്ചിരിക്കുന്ന ജീവിതം ഓടിത്തികയ്ക്കുവാൻ പ്രാർത്ഥിക്കുന്ന മക്കളായി ജീവിക്കാൻ അവരെ സഹായിക്കണം. ഞങ്ങളുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, കൂട്ടായ്മകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കർത്താവേ, വിവാഹ ജീവിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളുണ്ട്. ഒരു തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ വർഷം തന്നെ മക്കൾക്ക് അത് വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് എപ്പോഴും അവിടുന്ന് ഉത്തരം തരുന്നതിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ പുത്രൻ വഴി ഞങ്ങൾക്ക് മറുപടി തന്നിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എന്റെ ഭാവിയെ തകർച്ചയിൽ നിന്നും, എന്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും, എന്റെ വൈരിയൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. എന്റെ ഭാവിയെ തകർച്ചയിൽ നിന്നും, എന്റെ ഭവനത്തെ കഷ്ടതയിൽ നിന്നും, എന്റെ വൈരിയൻ കരങ്ങളിൽ നിന്നും രക്ഷിച്ച ദൈവത്തെ സ്തുതിക്കും. അവൻ കരുണയും കൃപയുമുള്ളോ, അവൻ ദയയും കനിവുമുള്ളോ. യേശു സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശു പരൻ. യേശു സ്തുതികളിൽ വസിക്കും, നിത്യസ്നേഹം പകരും രാജാധിരാജനമേശു പരൻ. എന്റെ പ്രാർത്ഥനകൾ, എന്റെ യാചനകൾ കേട്ട ദൈവത്തെ ഞാൻ സ്തുതിക്കും. എന്റെ സങ്കടങ്ങൾ, എന്റെ